ഹലോ ഓൾ. അപ്പോൾ എല്ലാവരും ജൂനിയർ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ എക്സാമിന് വേണ്ടിയുള്ള പ്രിപ്പറേഷനിലായിരിക്കും. അപ്പോൾ നമ്മൾ ഇന്ന് മുതൽ അതിൻ്റെ വീഡിയോസ് കറക്റ്റായിട്ട് ഇടാൻ തുടങ്ങുവാണ്. സോ ഇന്ന് നമ്മുടെ സിലബസ് എല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും. ബിൽഡിംഗ് മെറ്റീരിയൽസ് 15 മാർക്കിനാണ് മോഡ്യൂൾ 1 എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ നമ്മൾ ഈ സ്റ്റോണ്, ബ്രിക്ക്, ലൈം, സിമൻറ്റ് ഇത്രയും കാര്യങ്ങൾ നമ്മൾ നേരത്തെ ചെയ്ത, അതായത് വർക്ക് സൂപ്രണ്ടിന് വേണ്ടിയിട്ട് ചെയ്ത വീഡിയോസ് ഉണ്ട്. ഓക്കെ, എല്ലാവരും അത് പോയി കാണുക. സ്റ്റോണ്, ബ്രിക്ക്, ലൈമ്, സിമെൻറ്റ് ഇതെല്ലാം വർക്ക് സൂപ്രണ്ടിൻ്റെ പ്ലേലിസ്റ്റിനകത്ത് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ വീണ്ടും റെക്കോർഡ് ചെയ്ത് സമയം കളയുന്നില്ല. പിന്നീട് സമയം ഉണ്ടെങ്കിൽ ഞാൻ ഈ പ്ലേലിസ്റ്റിലോട്ട് ആഡ് ചെയ്യാം. അപ്പോൾ അതങ്ങനെ പഠിക്കുക. നമ്മളിപ്പോൾ എന്തായാലും നോക്കുന്ന ടോപ്പിക് എന്ന് പറയുന്നത് പ്ലാസ്റ്റിക് ആണ്. ഓക്കെ, പ്ലാസ്റ്റിക് എന്നുള്ള ടോപ്പിക്കാണ് നോക്കുന്നത്. അപ്പോൾ നമുക്കറിയാം പ്ലാസ്റ്റിക് എന്ന് പറയുന്നത് ഒരു റീസെൻ്റ് ആയിട്ടുള്ള ഒരു എഞ്ചിനീയറിംഗ് മെറ്റീരിയൽ ആണ്. ഓക്കെ, ഇതെന്ന് പറയുന്നത് നമ്മുടെ പ്ലാസ്റ്റിക് ഇൻഡസ്ട്രി ഡെവലപ്പ് ചെയ്ത് അതിൻ്റെ ഒരു ഹിസ്റ്ററി ഉണ്ട്. ഓക്കെ, നമുക്ക് 3 സ്റ്റേജസ് ആയിട്ട് നമുക്ക് ആ ഡെവലപ്മെൻറ്റിനെ തിരിക്കാൻ പറ്റും. അതിൽ ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് അതിൻ്റെ ഫസ്റ്റ് സ്റ്റേജിൻ്റെ എയിം എന്ന് പറയുന്നത് ടു ഇമിറ്റേറ്റ് ഓർ കോപ്പി ദ നാച്ചുറൽ പ്ലാസ്റ്റിക്. നമുക്ക് നാച്ചുറൽ പ്ലാസ്റ്റിക് ഉണ്ട്. ഓക്കെ, അതിനെ ഒന്നുകിൽ ഇമിറ്റേറ്റ് ചെയ്യുക അല്ലെങ്കിൽ കോപ്പി ചെയ്യുക. അതായിരുന്നു ഫസ്റ്റ് സ്റ്റേജിൻ്റെ എയിം എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഫസ്റ്റ് സ്റ്റേജിൽ ഉള്ള ഒരു എന്താണ് സയൻറ്റിസ്റ്റ് ആണ് അലക്സാണ്ടർ പാർക്സ് എന്ന് പറയുന്നത്. അദ്ദേഹം ഒരു സ്കോട്ടിഷ് കെമിസ്റ്റ് ആയിരുന്നു. ഓക്കെ, അദ്ദേഹം ഒരു ഹാർഡ് മെറ്റീരിയൽ പ്രിപ്പയർ ചെയ്തു. എന്നാണ് പ്രിപ്പയർ ചെയ്തതെന്ന് വെച്ചാൽ 1865 പ്രിപ്പയർ ചെയ്യുന്നത്. ഓക്കെ, ഈ ഹാർഡ് മെറ്റീരിയൽ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്തത്? ബൈ മിക്സിങ് ക്യാംഫർ ആൻഡ് ആൽക്കഹോൾ വിത്ത് നൈട്രോസെല്ലുലോസ്. ഓക്കെ, ക്യാംഫറും ആൽക്കഹോളും നൈട്രോസെല്ലുലോസും മിക്സ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഹാർഡ് മെറ്റീരിയൽ പ്രിപ്പയർ ചെയ്തത്. ഇനി ഈ ഹാർഡ് മെറ്റീരിയലിനെ അദ്ദേഹം വിളിച്ചു പാർക്സൈറ്റ്. ഓക്കെ, ഹാർഡ് മെറ്റീരിയൽ എന്തെന്നാണ് വിളിച്ചത്? പാർക്സൈറ്റ് എന്നാണ് വിളിച്ചത്. ആൻഡ് ഇറ്റ് വാസ് യൂസ്ഡ് ഫോർ എന്താണ് ഗിയർ വീൽസ്, ഡോർ നോബ്സിലൊക്കെ എന്ത് ചെയ്തു? ഈ പാർക്സൈറ്റ് നമ്മൾ യൂസ് ചെയ്തു. സോ ഫസ്റ്റ് സ്റ്റേജ് 3 stages ഓഫ് ഡെവലപ്മെന്റ് ഓഫ് പ്ലാസ്റ്റിക് ഇൻഡസ്ട്രി ആണ് പറഞ്ഞത്. ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ടു ഇമിറ്റേറ്റ് ഓർ കോപ്പി ദ നാച്ചുറൽ പ്ലാസ്റ്റിക് ആയിരുന്നു. അപ്പോൾ അതിനകത്ത് വരുന്ന അലക്സാണ്ടർ പാർക്സ്, അദ്ദേഹം ഒരു സ്കോട്ടിഷ് കെമിസ്റ്റ് ആണ്. 1865 അദ്ദേഹം ഒരു ഹാർഡ് മെറ്റീരിയൽ കണ്ടുപിടിച്ചു. അതെന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ഉണ്ടാക്കിയെന്ന് വെച്ചാൽ ബൈ മിക്സിങ് ക്യാംഫർ ആൻഡ് ആൽക്കഹോൾ വിത്ത് നൈട്രോസെല്ലുലോസ്. ഇനി ആ ഹാർഡ് മെറ്റീരിയലിനെ വിളിച്ച പേരാണ് പാർക്സൈറ്റ്. ആൻഡ് ഇറ്റ് വാസ് യൂസ്ഡ് ഫോർ ഗിയർ വീൽസ് ആൻഡ് ഡോർ നോബ്സ്. ഇനി നമ്മുടെ സെക്കൻഡ് സ്റ്റേജ് എന്ന് പറയുന്നത് അതിൽ ചെയ്തെന്ന് പറഞ്ഞാൽ ഈ പ്ലാസ്റ്റിക് ഇൻഡസ്ട്രിയിൽ ഇതിനു മുന്നേ നടന്ന വർക്കുകളെല്ലാം അവർ സയന്റിഫിക്കലി സ്ക്രൂട്ടിനൈസ് ചെയ്തു. എന്നിട്ട് ഫർദർ ഡെവലപ്മെന്റിനുള്ള ഒരു ഫൗണ്ടേഷനും കൂടി ലെയ്ഡ് ചെയ്തു. ഫൗണ്ടേഷൻ കൂടി ഇട്ടു. ഓക്കെ, അതാണ് സെക്കൻഡ് സ്റ്റേജ് എന്ന് പറയുന്നത്. അപ്പോൾ ആ സെക്കൻഡ് സ്റ്റേജിൽ മേജർ കോൺട്രിബ്യൂഷൻ വന്നത് ഡോക്ടർ എൽ ബാക്ക്ലൈൻഡ് ആണ്. ഒരു ബെൽജിയൻ സയന്റിസ്റ്റ് ആയിരുന്നു. അദ്ദേഹം എന്ത് പ്രിപ്പയർ ചെയ്തു? ബാക്ക്ലൈറ്റ് എന്ന് പറയുന്ന സബ്സ്റ്റൻസ് പ്രിപ്പയർ ചെയ്തു. സോ ഇറ്റ് ഈസ് എ തെർമോസെറ്റിംഗ് സബ്സ്റ്റൻസ്. ഈ ബാക്ക്ലൈറ്റ് എന്ന് പറയുന്നത് എന്താണ്? ഒരു തെർമോസെറ്റിംഗ് സബ്സ്റ്റൻസ് ആണ്. ഓക്കെ, അപ്പോൾ സെക്കൻഡ് സ്റ്റേജ് എന്ന് പറയുന്നത് എന്താണ്? Work done was scientifically scrutinized and laid foundation for further development. ഇനി ഡോക്ടർ എൽ ബാക്ക്ലൈൻഡ് ആണ് എന്ത് ചെയ്യുന്നത്? ഇത് ഈ ഒരു സെക്കൻഡ് സ്റ്റേജിൽ മേജർ കോൺട്രിബ്യൂഷൻ കൊടുത്തു. അദ്ദേഹം ഒരു ബെൽജിയൻ സയന്റിസ്റ്റ് ആയിരുന്നു. ബാക്ക്ലൈറ്റ് എന്ന് പറഞ്ഞ ഒരു സബ്സ്റ്റൻസ് പ്രൊഡ്യൂസ് ചെയ്തു. സോ ഇറ്റ് ഈസ് എ തെർമോസെറ്റിംഗ് സബ്സ്റ്റൻസ് ആണ്. ഇനി ഈ ബാക്ക്ലൈറ്റ് എന്ന് പറഞ്ഞാൽ സ്ട്രോങ് ആണ്, ഹാർഡ് ആണ്, വിത്ത് ഗുഡ് ഇൻസുലേറ്റിംഗ് പ്രോപ്പർട്ടി. ഓക്കെ, ബാക്ക്ലൈറ്റ് സ്ട്രോങ് ആണ്, ഹാർഡ് ആണ്, അതിന് നല്ലൊരു ഇൻസുലേറ്റിംഗ് പ്രോപ്പർട്ടിയും കൂടെ ഉണ്ട്. ഇനി തേർഡ് സ്റ്റേജ് എന്ന് പറയുന്നത് അതിന്റെ എയിം എന്ന് പറഞ്ഞാൽ ടു ഇംപ്രൂവ് ഓൾഡ് പ്ലാസ്റ്റിക് ആൻഡ് പ്രൊഡ്യൂസ് ന്യൂ വെറൈറ്റീസ് ഓഫ് പ്ലാസ്റ്റിക്. ഓക്കെ, ഓൾഡ് പ്ലാസ്റ്റിക്കിനെ ഇംപ്രൂവ് ചെയ്യുക, പിന്നെ എന്ത് ചെയ്യണം? ന്യൂ വെറൈറ്റീസ് ഓഫ് പ്ലാസ്റ്റിക് പ്രൊഡ്യൂസ് ചെയ്യണം. ഇതായിരുന്നു തേർഡ് സ്റ്റേജിന്റെ എയിം എന്ന് പറയുന്നത്. ഓക്കെ, ഈ സമയത്ത് പൊള്ളാക്ക് ഒരു ഓസ്ട്രേലിയൻ സയന്റിസ്റ്റ് ആണ്. അതേ ഒരു സബ്സ്റ്റൻസ് ഉണ്ടാക്കി ബൈ മിക്സിങ് യൂറിയ ആൻഡ് ഫോർമാൽഡിഹൈഡ്. ഓക്കെ, എന്നാണ് ഉണ്ടാക്കിയെന്ന് വെച്ചാൽ 1924 ഉണ്ടാക്കിയത്. ഓക്കെ, ഈ സബ്സ്റ്റൻസ് എന്ന് പറയുന്നത് എന്താണ്? ഗ്ലാസ് പോലെ ട്രാൻസ്പാരന്റ് ആയിരുന്നു, അതുപോലെ തന്നെ അൺബ്രേക്കബിൾ ആയിരുന്നു. ഓക്കെ, അപ്പൊ ഇത്രയാണ് തേർഡ് സ്റ്റേജ് വരുന്നത്. അപ്പൊ തേർഡ് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ഓൾഡ് പ്ലാസ്റ്റിക്കിന് ഇംപ്രൂവ് ചെയ്യുക, പ്രൊഡ്യൂസ് ന്യൂ വെറൈറ്റീസ് ഓഫ് പ്ലാസ്റ്റിക്. ഇനി ആ സമയത്ത് സയന്റിസ്റ്റ് ആരാണ്? പൊള്ളാക്ക് ആണ്, ഒരു ഓസ്ട്രേലിയൻ സയന്റിസ്റ്റ് ആണ്. അദ്ദേഹം 1924 ഒരു സബ്സ്റ്റൻസ് ഉണ്ടാക്കി ബൈ മിക്സിങ് യൂറിയ ആൻഡ് ഫോർമാൽഡിഹൈഡ്. ഈ സബ്സ്റ്റൻസ് എന്ന് പറയുന്നത് ഗ്ലാസ് പോലെ ട്രാൻസ്പാരന്റ് ആയിരുന്നു, അതുപോലെ തന്നെ അൺബ്രേക്കബിൾ ആണ്. ഓക്കെ, ഇത്രയാണ് 3 stages ഓഫ് ഡെവലപ്മെന്റ് ഓഫ് പ്ലാസ്റ്റിക് ഇൻഡസ്ട്രി. ഇനി നമുക്ക് നോക്കാം കോമ്പോസിഷൻ ഓഫ് പ്ലാസ്റ്റിക്. പ്ലാസ്റ്റിക് എന്ന് പറയുന്നത് ഒരു ഓർഗാനിക് സബ്സ്റ്റൻസ് ആണ്. ഓക്കെ, അതിൽ എന്തൊക്കെയുണ്ട്? നാച്ചുറൽ അല്ലെങ്കിൽ സിന്തറ്റിക് ആയിട്ടുള്ള ബൈൻഡേഴ്സ് അല്ലെങ്കിൽ റെസിൻസ് ഉണ്ടാവും. പിന്നെ അതിന്റെ കൂടെ മോൾഡിംഗ് കോമ്പൗണ്ട്സ്, അത് ചിലപ്പോൾ കാണാതിരിക്കാം. ഓക്കെ, അപ്പൊ എന്തൊക്കെയാണ്? റെസിൻസ് അഥവാ ബൈൻഡേഴ്സ്, നാച്ചുറൽ ഓർ സിന്തറ്റിക് ബൈൻഡേഴ്സ് ഓർ റെസിൻസ് വിത്ത് ഓർ വിത്തൗട്ട് മോൾഡിംഗ് കോമ്പൗണ്ട്സ്. ഓക്കെ, ഇനി പ്ലാസ്റ്റിക്സ് എന്ന് പറയുന്നത് കോമ്പൗണ്ട്സ് ഓഫ് കാർബൺ ആണ്. ഓക്കെ, കാർബണിന്റെ കോമ്പൗണ്ട്സ് ആണ് വിത്ത് അതർ എലമെന്റ്സ് സച്ച് ആസ് ഹൈഡ്രജൻ, നൈട്രജൻ ആൻഡ് ഓക്സിജൻ. ഓക്കെ, ഹൈഡ്രജൻ, നൈട്രജൻ, ഓക്സിജൻ അതുപോലുള്ള അങ്ങനത്തെ എലമെന്റ്സും കൂടെ ഉണ്ടാവും, അല്ലെങ്കിൽ കാർബൺ മാത്രമോ ഉണ്ടാവും.
ഇനി capable of flow when necessary heat and pressure are applied. Okay, നമുക്ക് ഈ പ്ലാസ്റ്റിക്കിലേക്ക് necessary heat and pressure apply ചെയ്താൽ എന്ത് ചെയ്യും, ഇത് flow ചെയ്യും. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമുക്ക് കോമ്പോസിഷൻ ഓഫ് പ്ലാസ്റ്റിക്കിൽ അറിഞ്ഞിരിക്കേണ്ടത്. അപ്പൊ കോമ്പോസിഷൻ ആണ്, ഇതൊരു ഓർഗാനിക് സബ്സ്റ്റൻസ് ആണ്. അതിൽ നാച്ചുറൽ അല്ലെങ്കിൽ സിന്തറ്റിക് ബൈൻഡേഴ്സ് അല്ലെങ്കിൽ റെസിൻസ് ഉണ്ടാകും, വിത്തൗട്ട് മോൾഡിംഗ് കോമ്പൗണ്ട്സ്. പിന്നെ പ്ലാസ്റ്റിക്സ് എന്ന് പറയുന്നത് കാർബണിന്റെ കോമ്പൗണ്ട്സ് ആണ് വിത്ത് അതർ എലമെന്റ്സ് സച്ച് ആസ് ഹൈഡ്രജൻ, നൈട്രജൻ ആൻഡ് ഓക്സിജൻ, capable of flow when necessary heat and pressure applied. ഓക്കെ, അപ്പൊ ഈ ഒരു വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം.